പണ്ട് ദേവന്മാരെയും ലോകത്തെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ അസുരനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് രക്തബീജൻ. അവൻ്റെ ശക്തി വളരെ അപാരമായിരുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം നിലത്ത് വീണാൽ അവിടെ ഒരു പുതിയ രക്തബീജൻ ഉയർക്കും. അവനെ നിഗ്രഹിക്കാൻ ദേവന്മാർക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. അവസാനം പ്രപഞ്ചരക്ഷകനായി വിളിച്ചത് ആദിപരാശക്തിയെ ആയിരുന്നു. മാതാകാളി എന്ന ഘോരരൂപം അവർ സ്വീകരിക്കുകയും ചെയ്തു. കറുത്ത നിറം, പുറത്തേക്കു നീണ്ട നാവ്, കഴുത്തിൽ അസുരന്മാരുടെ തലയോട്ടിമാല. രക്തബീജനുമായി യുദ്ധം തുടങ്ങി. ഭീകരമായ ആ പോരാട്ടത്തിൽ മാതാകാളി ഒരൊറ്റ പ്രതിജ്ഞയെടുത്തു: ഒരു തുള്ളി രക്തം പോലും നിലത്തു വീഴരുത്. ഓരോ അസുരൻ്റെയും ശരീരം പിളരും. അതിൻ്റെ രക്തം നിലത്തു വീഴുന്നതിന് മുമ്പ് ആ നീണ്ട നാക്കുകൊണ്ട് മാതാകാളി വലിച്ചെടുത്തു. അങ്ങനെ രക്തബീജൻ്റെ അവസാന തുള്ളി രക്തവും മാതാകാളിയുടെ ചുണ്ടിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. ആ ഭീകരൻ നിലം പതിച്ചു. നിമിഷനേരം കൊണ്ട് യുദ്ധത്തിൽ മുഴങ്ങിയത് വിജയഭേരിയായിരുന്നില്ല. പകരം ആ യുദ്ധഭൂമി ഒരു പുതിയ ഭയങ്കരതയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ശത്രുവിനെ നിഗ്രഹിച്ച ആ ശാന്തത മാതാവിലുണ്ടായിരുന്നില്ല. യുദ്ധം നൽകിയ ഉന്മാദം അതൊരു പുതിയ തലത്തിലേക്ക് വളർന്നു. മാതാകാളിയുടെ രൂപം ഭയങ്കരമായി വലുതായി. അവളുടെ കണ്ണുകൾ ചുട്ടുപഴുത്ത് തീഗോളങ്ങൾ പോലെ ചുവന്നു തുടുത്തു. പുറത്തേക്ക് നീണ്ട നാക്കിൽ നിന്നും അപ്പോഴും രക്തം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. വിജയമടങ്ങിയ ആ ശക്തി പിന്നെ ഒരു ലക്ഷ്യവുമില്ലാതെ മുന്നോട്ട് കുതിച്ചു. അവളുടെ പാദങ്ങൾ എവിടെ സ്പർശിച്ചുവോ അവിടെയെല്ലാം ഭൂമി പിളർന്ന് മാറി. ഭീകരമായ ശബ്ദത്തോടെ ദിശകൾ വിറച്ചു. മാതാകാളിയുടെ ആ ഭീകരമായ താണ്ഡവം അത് അസുരന്മാർക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല എന്ന് ദേവന്മാർ തിരിച്ചറിഞ്ഞു. ഈ സംഹാര നൃത്തം പ്രപഞ്ചത്തെ ആകെ വിഴുങ്ങാൻ പോവുകയും സകല ലോകങ്ങളെയും നശിപ്പിക്കാൻ പോവുകയാണെന്നും പരിഭ്രാന്തരായ ദേവന്മാർ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും സമീപം ഓടിയെത്തി. എല്ലാവർക്കും അറിയാമായിരുന്നു, ഈ ശക്തി വാക്കുകൊണ്ടോ ആജ്ഞ കൊണ്ടോ യുദ്ധം തടുക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞു: കൈലാസനാഥനായ മഹാദേവൻ. കാരണം ലോകത്തിൻ്റെ എല്ലാ ശക്തിയുടെയും ഉറവിടം അദ്ദേഹമാണ്. മാതാകാളി പുറത്തു നിന്നുള്ള ശക്തിയല്ല. അവൾ മഹാദേവൻ്റെ തന്നെ പ്രാണൻ്റെയും ചൈതന്യത്തിൻ്റെയും രൂപമാണ്. ആ ഉറവിടത്തിനു മാത്രമേ ആ ശക്തിയെ ശാന്തമാക്കാൻ കഴിയുകയുള്ളൂ. മഹാദേവൻ യുദ്ധക്കളത്തിലേക്കിറങ്ങി. എന്നാൽ അദ്ദേഹം അടുത്തു വരുന്തോറും ഒരു സത്യം തിരിച്ചറിഞ്ഞു: മാതാകാളി എത്തിയിരിക്കുന്നത് സംഹാരം മാത്രം അറിയുന്ന തീവ്രമായ ഒരവസ്ഥയിലാണ്. ഒരു സംസാരത്തിനും ഉപദേശത്തിനും ആ ശക്തിയെ തടയാൻ കഴിയുകയില്ല. അപ്പോൾ മഹാദേവൻ മറ്റാർക്കും തിരിച്ചറിയാത്ത ഒരു വഴി തിരഞ്ഞെടുത്തു. ഒരായുധവും എടുക്കാതെ, ഒരു വാക്കും ഉരിയാടാതെ ആ ഭീകരതാണ്ഡവം നടക്കുന്ന പാതയിൽ അദ്ദേഹം നിലത്തുപോയി കിടന്നു. മഹാദേവൻ നിശ്ചലനായി. സ്വന്തം ചൈതന്യം പോലും പിൻവലിച്ചു. വെറുമൊരു ശരീരമായി ഭൂമിക്ക് മുകളിൽ കിടന്നു. അടുത്ത നിമിഷം ഘോരമായ സംഹാരതാണ്ഡവത്തിനിടയിൽ മാതൃദേവിയുടെ പാദം നേരെ പതിച്ചത് മഹാദേവൻ്റെ നെഞ്ചിലായിരുന്നു. പാദം പതിഞ്ഞയുടൻ മാതാകാളി താഴേക്ക് നോക്കി. താൻ ചവിട്ടി നിൽക്കുന്നത് ലോകനാഥനായ തൻ്റെ പ്രാണനാഥനായ സാക്ഷാൽ മഹാദേവനെ. ആ കാഴ്ച കണ്ട നിമിഷം മാതാകാളിയുടെ ഉള്ളിൽ ഉണർന്ന വികാരം കോപമായിരുന്നില്ല, ലജ്ജയായിരുന്നു. തൻ്റെ ഉഗ്രമായ കോപം തകർന്നുപോയി. പുറത്തേക്ക് നീണ്ട നാവ് അകത്തേക്ക് വലിഞ്ഞു. കണ്ണുകളിൽ കത്തിനിന്ന സംഹാരത്തിൻ്റെ ചുവപ്പ് പതുക്കെ അണഞ്ഞു തുടങ്ങി. തനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോയ സംഹാരം തൻ്റെ പ്രാണൻ്റെ ഉറവിടത്തെയാണ് ബാധിച്ചതെന്ന് മാതാകാളിക്ക് ബോധ്യമായി. ആദ്യ നിമിഷം ഘോരമായ താണ്ഡവം നിലച്ചു. ഭൂമി ശാന്തമാവുകയും ദിക്കുകൾ നിശബ്ദമായി മാതാകാളി വീണ്ടും ലോകമാതാവായ കരുണയുടെ ഭാവത്തിലേക്ക് തിരിച്ചെത്തി. പുരാണങ്ങൾ പറയുന്നു, ഇതൊരു തോൽവിയായിരുന്നില്ല. ഇത് ശക്തി സ്വന്തം ചൈതന്യത്തിൽ ലയിച്ചു ചേർന്ന അവസ്ഥയായിരുന്നു.